അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ മുഹറം മാസം ഉറപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഭാഗീയതയും ഭിന്നതയും ഉണ്ടായി തീർന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുഹറം 1 ആകേണ്ടത് 26/6/25 കാരണം ജൂൺ 25/6/25 ദുൽഹജ്ജ് 29 അത് ആഗോള കലണ്ടർ അനുസരിച്ച് അങ്ങനെയാണ് വരിക. അന്നേ ദിവസം കേരളത്തിൽ തന്നെ 8 മിനിറ്റോളം ചന്ദ്രൻ ചക്രവാളത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളത് ഗോളശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കലണ്ടറിലൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആഗോള അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സൗദി അറേബ്യയിൽ അന്ന് മാസം നോക്കാൻ ആവശ്യപ്പെടുകയും അവര് മാസം കാണുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 26/6/25 മുഹറം 1 പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 4, 5 വെള്ളി ശനി ദിവസങ്ങളിൽ ആശൂറ നോമ്പുകൾ നോൽക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ലോകത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തി, കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ മുറിക്കുക എന്ന് പറയുന്ന ഒരു പൊതുവായ നിയമമാണ്. അപ്പൊ സൗദി അറേബ്യയിൽ കണ്ട് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കാഴ്ച എല്ലാവർക്കും ബാധകമാവുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കുകയും ലോകത്താകമാനം മുസ്ലിമീങ്ങൾ അവരുടെ നോമ്പ്, പെരുന്നാള്, ആഘോഷങ്ങൾ, ഹജ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏകീഭാവം ഉണ്ടാകണം. അത് ദീനുൽ ഇസ്ലാമിന്റെ താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ പ്രാദേശിക മാസപ്പിറവി കൊണ്ട് മാത്രമേ കേരളത്തിൽ ഐക്യമുണ്ടാവുകയുള്ളൂ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ പ്രാദേശികമായ കാഴ്ചക്കനുസരിച്ചായിരിക്കണം നോമ്പും പെരുന്നാളും ആകേണ്ടത്, അതാണ് ആ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ ആവശ്യം എന്ന് പെരുമ്പറ കൊട്ടിക്കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ മുജാഹിദികളുടെ കൂട്ടത്തിലെ പ്രബല വിഭാഗമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിന്റെ ഹിലാൽ കമ്മിറ്റി ഉറപ്പിച്ച എന്നാണ് 26/6/25 അതായത് സൗദി അറേബ്യയിലൊക്കെ പോലെ തന്നെ. പക്ഷേ 25/6/25 മാസം കണ്ടിട്ടാണോ ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ അല്ല, അവരെവിടെയും കണ്ടിട്ടില്ല. അവരിപ്പോ പറയുന്ന എന്താണ്? മാസം കണ്ടുകൊള്ളണമെന്നുമില്ല, മാസം നോക്കിക്കൊള്ളണം എന്നുമില്ല. മാസം കാണണമെന്നോ നോക്കണമെന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കാത്തത് കൊണ്ട് ഞങ്ങൾ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് മാസം ഉറപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ചില മറുപടികൾ ആര് കൊടുക്കുന്നു? ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി NV സക്കരിയ മൗലവി അരീക്കോടും അതുപോലെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് എന്ന് പറയുന്ന നമ്മളെ ഹനീഫ് കായക്കൊടിയും ശബ്ദത്തിലും അതുപോലെ തന്നെ എഴുത്തിലൂടെയും ചില വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് എന്റെ ഈ വോയിസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോ ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് കൂടി തന്നെയാണ് കേരള ഹിലാൽ കമ്മിറ്റിക്കാരൻ ഈ മുഹറം നോമ്പ് ഉറപ്പിച്ചിട്ടുള്ളത്. ആ ഉറപ്പിച്ചതിന് അവർക്കുണ്ടായ മാനദണ്ഡത്തിൽ ഒരുപാട് പെശകുണ്ട്, ഇസ്ലാമിക വിരുദ്ധതയുണ്ട് എന്നതാണ് തെളിയിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കൂട്ടരാണ്, അവര് മുഹറം മാസം നിശ്ചയിച്ചിട്ട് 27/6/25 അതാരാന്ന് വെച്ചാൽ AP വിഭാഗക്കാരാണ്. എന്തേ അങ്ങനെ ഒരു മാസം ഉറപ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, എവിടെ ഞങ്ങൾ മാസം കണ്ടത്? അതായത് ഓൽക്ക് എന്ന് കാണണമെന്നറിയോ? 26/6 കാണണം. 26/6 അവർക്ക് ദുൽഹജ്ജ് 29 അന്ന് എവിടെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. കേരളത്തിൽ എവിടെ ഈ മാസം കണ്ടതായി ഒരു രേഖയുമില്ല. പിന്നെ തമിഴ്നാട്ടിൽ എവിടെയോ ഒരു മൂലയിൽ കണ്ടിട്ടുണ്ട് എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ ഉറപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും സമസ്തക്കാർക്കിടയിൽ വലിയ ഭിന്നത അതുകൊണ്ടുണ്ടായി. 2 വിഭാഗം സമസ്തക്കാർ 2 തട്ടിലായി. അതിലേത് തട്ടിലുള്ള സമസ്തയാണ് യഥാർത്ഥത്തിലെ ജനങ്ങൾ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ജനങ്ങളോട് കൂടി പെരുന്നാൾ, ജനങ്ങളോട് നോമ്പ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏത് കൂട്ടരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളായി പരിഗണിക്കപ്പെടേണ്ടത് എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടായി. അതിരിക്കട്ടെ. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്, അവർ 28/6/25 മുഹറം 1 പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ EK വിഭാഗക്കാരായ ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിഭാഗമായ വിസ്റ്റക്കാർക്കും ഇതേ നിലപാടാണ്. ഇവരെന്താ അങ്ങനെ നിലപാടെടുക്കാൻ കാരണം? അവർക്ക് 26/6/25 യഥാർത്ഥത്തിൽ 29 ആകേണ്ടതെന്ന് അവർ പറയുന്നത്. അന്നേ ദിവസം മാസം കണ്ടിട്ടില്ലെങ്കിലും 30 പൂർത്തിയാക്കിയിട്ട് പിറ്റേ ദിവസം അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് അവര് 28/6
6/25 ഒന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിനെപ്പറ്റിയുള്ള സംക്ഷിപ്തമായി പറയുന്ന കാര്യം. സൗദി അറേബ്യയെ പോലെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരിക്കുന്ന നാട്ടിലെ ഭരണാധികാരികൾ ആ നാട്ടിൽ മാസമുണ്ടായതായി പ്രഖ്യാപിക്കുകയും അത് ലോകത്ത് വിളംബരം ചെയ്യുകയും ആ സംഗതികൾ നമ്മൾക്ക് യഥോചിതമായ സമയത്ത് എത്തുകയും ചെയ്തിട്ടും ഞങ്ങൾക്കത് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ മാസം ഉദിച്ചെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നവരായ ആളുകളാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ ഫിത്നക്കാര് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പ്രാദേശികമായ മാസപ്പിറവി അംഗീകരിക്കണം, എങ്കിലേ നാട്ടിൽ ഐക്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ന്യായം കാണുന്നവരായ ആളുകൾ എന്തുകൊണ്ട് കേരളത്തിൽ മൊഹറം മാസപ്പിറവിയിൽ ഇങ്ങനെ 4 അഭിപ്രായങ്ങൾ ഉണ്ടായി, 4-5 ദിവസങ്ങളിലേക്ക് ഇതെങ്ങനെ മാറിപ്പോയി എന്നുള്ളതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആളുകൾക്ക് ആ കാര്യം അറിയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അതിനുള്ള മറുപടി പറയാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഇവിടെ കേരള ഹിലാൽ കമ്മിറ്റിക്കാരന്റെ മാസ ഉറപ്പിക്കൽ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ മാനദണ്ഡം തകരാറായിപ്പോയി എന്നതാണ്. അവർ പെരുന്നാൾ ആഘോഷിച്ചത് യഥാർത്ഥത്തിൽ എന്നാണ്? ദുൽഹജ്ജ് 10-നാണല്ലോ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അവര് പെരുന്നാൾ ആഘോഷിച്ചത് ജൂൺ 7-ാം തീയതിയാണ്. ജൂൺ 7-ാം തീയതി ശനിയാഴ്ചയാണ് അവര് പെരുന്നാൾ ആഘോഷിച്ചത്. യഥാർത്ഥത്തിൽ ആഘോഷിക്കപ്പെടേണ്ടതെന്നായിരുന്നു ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് ദുൽഹജ്ജ് 10 യഥാർത്ഥത്തിലാകേണ്ടത്. അന്നേ ദിവസത്തിലാണ് ലോകത്തിലുള്ള മഹാഭൂരിപക്ഷ മുസ്ലിമീങ്ങളും ബലിപെരുന്നാൾ ആഘോഷിച്ചത്. സൗദി അറേബ്യയിൽ ഹജ്ജിനോടനുബന്ധിച്ച് അറഫ നടക്കുന്നത് 5-ാം തീയതിയാണ്, അഥവാ ജൂൺ 5-ാം തീയതിയാണ്. ജൂൺ 5-ന് അറഫയും ജൂൺ 6-ന് ബലിപെരുന്നാളും എന്നതാണ്. അതായത് ദുൽഹജ്ജ് 9, 10 എന്ന് പറഞ്ഞാൽ 5, 6 ഡേറ്റുകളിലാണ്. അങ്ങനെ ആക്കാനുള്ള കാരണം എന്താണ്? മെയ് 27-ന് തിങ്കളാഴ്ച ദുൽഖഅദ് 29 ദുൽഖഅദ് 29-ന് 24 മിനിറ്റ് സമയം കേരളത്തിൽ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകും. കേരളത്തിൽ ചക്രവാളത്തിൽ 24 മിനിറ്റ് സമയം ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ടാകും. അന്ന് ആരും ഇവിടെ മാസം നോക്കാൻ പോയില്ല, അത് കണ്ട് സ്ഥിരീകരിക്കാനും പോയില്ല. ആ ഉത്തരവാദിത്തം ആരും ചെയ്തില്ല. എന്നാൽ അന്നേ ദിവസം സൗദി അറേബ്യയിൽ മാസം കണ്ടു. അതുകൊണ്ട് 28-ാം തീയതി അവര് ദുൽഹജ്ജ് 1 പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ദുൽഹജ്ജ് 10 ആവുകയും അന്ന് ബലിപെരുന്നാളാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ഹിലാൽ കമ്മിറ്റിക്കാർ എന്ത് ചെയ്തു? അവർക്ക് മെയ് 27-ാം തീയതി തിങ്കളാഴ്ച ദുൽഹജ്ജ് 29 ആണ് എന്ന് അവരുടെ കലണ്ടർ പ്രകാരം ഉള്ളതാണ്. അന്ന് 24 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകുമെന്ന് അവർ എഴുതിപ്പിടിപ്പിച്ചതാണ്. മാത്രമല്ല അന്നത്തെ സവിശേഷത ലോകത്ത് എല്ലായിടത്തും ചന്ദ്രദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ള അപൂർവ ദിനങ്ങളിൽ ഒന്നാണെന്നാ. എന്നിട്ടും അന്ന് അവർ മാസപ്പിറവി കണ്ടില്ല, കാണാൻ പോയില്ല. മാസം 29-ന് മാസപ്പിറവി കാണാത്തത് കൊണ്ട് 30 പൂർത്തിയാക്കുകയും 29-ാം തീയതിയാണ്, അതായത് മെയ് 29-ാം തീയതിയാണ് അവർ ദുൽഹജ്ജ് 1 പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്, പിറ്റേ ദിവസത്തിലാണ്, അതായത് ദുൽഹജ്ജ് 11-ാം തീയതി അഥവാ ജൂൺ 7-ാം തീയതിയാണ് ഇവര് പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ളത്. അപ്പൊ അവര് പെരുന്നാൾ ആഘോഷിച്ചിട്ടുള്ള ഈ ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് നമ്മൾ കണക്കാക്കിയാൽ ഇപ്പൊ അവര് മൊഹറം 1 തെരഞ്ഞെടുത്തിട്ടുള്ള ആ ദിവസത്തിലേക്ക് 28 ദിവസമേ വരും. അതായത് ജൂൺ 25-ന്, അതായത് 25/6/25-ന് ദുൽഹജ്ജ് 29 കലണ്ടർ പ്രകാരം. ആ കലണ്ടർ പ്രകാരം 29 ആയതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരള ഹിലാൽ കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ കേരള നദൂത്തുൽ മുജാഹിദിന്റെ ആളുകൾ 26/5/25-ന് മൊഹറം 1 പ്രഖ്യാപിച്ചത്. അവര് പെരുന്നാൾ ആഘോഷിച്ചതെന്നാണ് ജൂൺ 7-നാണ്. അതായത് മെയ് 29-ന് ദുൽഹജ്ജ് മാസം ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 29-ാം തീയതി 1 ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അവര് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ ആ 29-ൽ നിന്ന് മെയ് 29-ൽ നിന്ന് ജൂൺ 25-ലേക്ക് എത്ര ദിവസം ഉണ്ടാകും? 28 ദിവസം ഉണ്ടാകും. അപ്പൊ 28-ാമത്തെ ദിവസത്തിലാണ് എന്ത് ചെയ്തത്? ഇവര് 29-ാമത്തെ ദിവസമായി പരിഗണിച്ച്
അനുസരിച്ചുകൊണ്ട് പിറ്റേ ദിവസം 26-ാം തീയതി മുഹറം 1 പ്രഖ്യാപിച്ചത്. അപ്പൊ ഇതൊരു വലിയ അപാകത, ഒരു വലിയ പ്രശ്നം അവിടെ സംഭവിച്ചു പോയിട്ടുണ്ട്. അതായത് ഒരു മാസം 28 എന്നുള്ള സംഭവമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരാണ്. അശ്ശഹ്റു ഹാക്കദ വഹാക്കദ 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 വഹാക്കദ. മാസം ഇങ്ങനെയാ ഉണ്ടായ, അതായത് 29-ഓ 30-ഓ ഉണ്ടായ. 29-ൽ കുറയാനും പാടില്ല, 30-ൽ കൂടാനും പാടില്ല എന്നതാണ് നമ്മുടെ ഹിജറ മാസത്തിന്റെ ഒരു സവിശേഷത. എന്നാൽ കേരള ഹിലാൽ കമ്മിറ്റി മാസം ഉറപ്പിച്ചതനുസരിച്ച് ദുൽഹജ്ജ് മാസത്തിന് 28 ദിവസമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് വലിയൊരു അപാകതയല്ലേ? സ്വാഭാവികമായി ആളുകൾ അത് ചോദ്യം ചെയ്തു. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? പണ്ടത്തെ മാതിരിയല്ലപ്പോ. ഇപ്പൊ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോ അതിനൊരു മറുമരുന്ന് നൽകേണ്ടതുണ്ടല്ലോ, ഒരു പ്രതിവിഷം കൊടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ പ്രതിവിഷവുമായി രംഗത്ത് വന്നിട്ടുള്ള ആളുകളാണ് ഒന്ന് നമ്മളെ NV സക്കരിയ മൗലവിയും, 2 ഹനീഫ് കായക്കൊടിയും. ഹനീഫ് കായക്കൊടിയുടെ ഇത് എഴുത്താണ്, സക്കരിയ മൗലവിയുടെ ശബ്ദമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വലിയ ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം എന്തോ ഒരു ശരിയല്ലാത്ത കാര്യം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഇനി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഈ ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കേട്ടു നോക്കുക. ആദ്യം ആ നിലക്ക് നോക്കുമ്പോൾ ഈ വർഷത്തെ മുഹറ മാസം കലണ്ടറുമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച അഥവാ നാളെയും മറ്റന്നാളും, നാളെ വെള്ളിയാഴ്ചയാണ്, മറ്റന്നാൾ ശനിയാഴ്ചയാണ്. മുഹറം 9 വെള്ളിയാഴ്ചയും മുഹറം 10 ശനിയാഴ്ചയുമായിരിക്കും. സ്വാഭാവികമായി ഈ വർഷം നമുക്ക് ചില സംശയങ്ങൾ ആളുകളുടെ ഇടയിലുണ്ടായി. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത് കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. കാഴ്ചയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് സ്വാഭാവികമായും ഈ ദിവസം എണ്ണി വന്നപ്പോൾ ഈ മുഹറ മാസം 1-ാം തീയതി എത്തുമ്പോഴേക്ക് 28 ദിവസമേ വരുന്നുള്ളൂവല്ലോ എന്ന ഒരു സംശയം നമ്മുടെ പല പ്രവർത്തകന്മാരും നമ്മുടെ പല ആളുകളും ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് രണ്ടു മാനദണ്ഡമാണ്. ഈ മുഹറ മാസം നമ്മൾ ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് 28 ദിവസം കഴിഞ്ഞതിന് ശേഷം, ദുൽഹിജ്ജ 28 കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ്. അത് തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നത് 29 ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ്. ആ 29 ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആകാശത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രന്റെ സാന്നിധ്യം ഉള്ള, ആ ചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടാവുക 29-ന് മാത്രമാണ്. 29, 28-ന് ആകാശത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രന്റെ സാന്നിധ്യം സാധാരണ രീതിയിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഈ പ്രാവശ്യം ജൂൺ 25-നാണ് നമ്മൾ ആകാശത്ത് ഈ ചന്ദ്രന്റെ സാന്നിധ്യം 8 മിനിറ്റ് നമ്മൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് 29 എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ ആഘോഷിച്ചതുമായി ആ ദിവസത്തിൽ നിന്ന് നമ്മൾ എണ്ണി വരുമ്പോൾ അത് 28 ആകുന്നുള്ളൂ എന്നൊരു സംശയമാണ് ആളുകളിൽ ഉണ്ടായത്. യഥാർത്ഥത്തിൽ രണ്ടു മാനദണ്ഡമാണ്. നമ്മൾ കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഈ വർഷം മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് കലണ്ടറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ദിവസത്തിന് ശേഷമാണ്. കാരണം സാധാരണ മുഹറം ദുൽഹിജ്ജ 10-ന് നമുക്ക് പെരുന്നാൾ മേഘം മൂടിയത് കൊണ്ട്, കാണാത്തത് കൊണ്ട് സ്വാഭാവികമായി 30 തികച്ച് നമ്മൾ നോമ്പ് പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് കലണ്ടറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ദിവസം കലണ്ടറിലെ 11-നാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത്. അങ്ങനെയാണ് അത് ആഘോഷിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. കലണ്ടറിൽ ഏതാണ് ദിവസം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ള നമ്മോട് നിർദ്ദേശിച്ചു. അതേ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പെരുന്നാൾ ആഘോഷിച്ചു. സ്വാഭാവികമായും ആ ദിവസവുമായി നമ്മൾ എണ്ണി നോക്കുമ്പോൾ 28 ദിവസമേ ഉള്ളൂ എന്നൊരു സംശയം വരികയാണ്. വാസ്തവത്തിൽ 29 കഴിഞ്ഞാണ് നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ നിലക്ക് നോക്കുമ്പോൾ ദുൽഹിജ്ജ 10 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, മറ്റന്നാളാണ്. ദുൽഹിജ്ജ 9 അത് വെള്ളിയാഴ്ച നാളെയുമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയകമായൊരു വിശദീകരണം ആവശ്യമായതുകൊണ്ടാണ്
ഈ ഫലക്കിന്റെ ഈ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ഇത് പറയേണ്ടി വന്നിരിക്കുന്നത്. സക്കരിയ മൗലവിയുടെ ന്യായീകരണങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതിലെന്താ അദ്ദേഹം പറയുന്നത്? കലണ്ടർ പ്രകാരം നോക്കുമ്പോ വെള്ളിയും ശനിയുമാണ് എന്നാ. അതായത് 25/6/25 ദുൽഹജ്ജ് 29 കലണ്ടർ പ്രകാരം അങ്ങനെയാണ്. ആ കലണ്ടറിൽ രേഖപ്പെടുത്തിയത് പ്രകാരം ആണ് ഇവിടെ ഉറപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അന്ന് കാഴ്ചയില്ല. കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, കലണ്ടറിൽ 29 എന്ന കാരണത്താൽ മാത്രമാണ് കേരള ഹിലാൽ കമ്മിറ്റി പിറ്റേ ദിവസം 26 ഒന്നായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അവിടേക്ക് എത്തുമ്പോ 28 ദിവസങ്ങൾ വരുന്നുള്ളൂ. അതൊരു പ്രശ്നമാണ്. അപ്പോ ഇതിനെ ന്യായീകരിക്കേണ്ടതുണ്ടല്ലോ. ആ ന്യായീകരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അങ്ങനെ 25 കണ്ടതായി ഗണിക്കുകയും 26 കണ്ടിട്ടില്ല, കാഴ്ച പ്രകാരമില്ല, കണക്ക് പ്രകാരമുണ്ട്. കണക്ക് പ്രകാരം ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്, അതുകൊണ്ട് പിറ്റേ ദിവസം ഒന്നായി പരിഗണിക്കുക എന്ന നിലപാടാണ്. ഇത് ഇസ്ലാമികമായ നിലപാടല്ല. കണക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കലണ്ടറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാസമുറപ്പിക്കുക എന്ന രീതി ഇസ്ലാമിക വിരുദ്ധമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മഹാഭൂരിപക്ഷം ഉലമാക്കന്മാരും അതിനെ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള കാര്യവുമാണ്. അതാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോ ആ കലണ്ടർ പ്രകാരം നോക്കുമ്പോ 4 അഥവാ ജൂലൈ 4 വെള്ളിയാഴ്ച മുഹറം 9 5 ശനിയാഴ്ച മുഹറം 10 വരിക. അതാണ് കലണ്ടർ പ്രകാരം നോക്കുമ്പോൾ വെള്ളിയും ശനിയുമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ സംശയം ഉണ്ടായി. പെരുന്നാൾ ആഘോഷിച്ചത് പരിഗണിച്ച് നോക്കുമ്പോൾ ഇവിടേക്ക് വരുമ്പോ 28 ദിവസമേ വരുന്നുള്ളൂല്ലോ. അപ്പം അതിനുള്ള മറുപടി എന്താണ് സക്കരിയ മൗലവിക്ക് പറയാനുള്ളത്? അത് രണ്ടിനും 2 മാനദണ്ഡമാണ്. അതായത് ദുൽഹജ്ജ് മാസം ഉറപ്പിക്കാൻ ഒരു മാനദണ്ഡവും മുഹറം മാസം ഉറപ്പിക്കാൻ വേറൊരു മാനദണ്ഡവുമാണുള്ളത്. അതാണ് ഇങ്ങനെ അപാകത വരാനുള്ള കാരണം. അതായത് ദുൽഹജ്ജ് മാസം ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സൂമൂലി റുയ്യത്തിഹി വഅഫ്തിറൂലി റുയ്യത്തിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പ് മുറിക്കുക, കണ്ടാൽ നോമ്പെടുക്കുക എന്നുള്ള കൽപ്പന ദുൽഹജ്ജിന് ബാധകമാണ്. 3 മാസങ്ങൾക്കേ അത് ബാധകമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വെച്ചുകൊണ്ട് അവിടെ മാനദണ്ഡം കാഴ്ച മാത്രമാണ്. അവിടെ ഒരിക്കലും കലണ്ടറിനെയോ കണക്കിനെയോ ഫോളോ ചെയ്യാൻ പാടില്ല. എന്നാൽ മുഹറത്തിലേക്ക് വന്നപ്പോ മാനദണ്ഡം മാറി. എന്താ മാനദണ്ഡം? അവിടെ കാണണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെടുത്താ മതി? കണക്കെടുത്താൽ മതി, കലണ്ടർ എടുത്താൽ മതി. കലണ്ടർ എടുക്കാന്ന് പറഞ്ഞാൽ കണക്കെടുക്കാന്നാണ് അർത്ഥം. കണക്കെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ മാസത്തിലെ 12 മാസങ്ങളിൽ 3 മാസം മാത്രമേ കാഴ്ച പാടുള്ളൂ, കാഴ്ച ഉണ്ടാകേണ്ടതു. അല്ലാത്തതിന് കാഴ്ച എടുക്കേണ്ടതേ ഇല്ല. അത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാം എന്നാണ് സക്കരിയ മൗലവി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിനെന്താണ് രേഖ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. പിന്നെ സക്കരിയ മൗലവിയുടെ സംസാരത്തിൽ വളരെ ആശ്ചര്യകരമായി തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ 29 അതായത് ദുൽഹജ്ജ് 29 കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മള് മുഹറം 1 കയറിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലോ ദുൽഹജ്ജ് മാസം 28 കിട്ടിയിട്ടുള്ളൂ. ദുൽഹജ്ജ് മാസം 28 കിട്ടിയിട്ടുള്ളൂ സത്യം. അദ്ദേഹം പറയുന്നതോ 29 കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എന്തിലേക്ക് കടന്നത്? മുഹറത്തിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പൊ ജനങ്ങളെ വിഡ്ഢിയാക്കാന് 29 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കടന്നത് എന്നാ പറയുന്നത്. എങ്ങനെ ഞങ്ങൾ കടന്നത്? എണ്ണി നോക്കണ്ടേ? ഈ കണക്കെങ്ങനെ ഒക്കുക? കണക്ക് ഒപ്പിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. എന്നിട്ട് മൂപ്പര് പറയുന്ന വെച്ചാല് 29 കഴിഞ്ഞ് തന്നെയാണ് നമ്മള് മുഹറത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രമാണം എന്ന് പറഞ്ഞ മൂപ്പര് പറയാ. പ്രമാണം, ഏറ്റവും വലിയ പ്രമാണം എന്താണ്? ആകാശത്ത് ചന്ദ്ര സാന്നിധ്യം ഉള്ള ദിവസമാണ് 25/6/25. അതായത് ദുൽഹജ്ജ് 29 ആകേണ്ട 25/6/25 ചന്ദ്ര സാന്നിധ്യം ഉള്ള ദിവസമാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ ചക്രവാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അത് ഉറപ്പാണ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടോളണമെന്നില്ല. ആ ദിവസം മുഹറമാസം ആയതുകൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പായതുകൊണ്ട് 29 ഒരു മാസം 29 ഉണ്ടാവും. 28 ദിവസം ഒരു മാസത്തിൽ ഉണ്ടാവൂല. അപ്പൊ 28 ചക്രവാളത്തിൽ ചന്ദ്രന് വരിക എന്നുള്ള പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുണ്ട് വരേണ്ടി ന്യായീകരണങ്ങൾ ചമക്കുകയാണ് യഥാർത്ഥത്തിൽ സക്കരിയ മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇടങ്ങേറാകേണ്ട എന്ത് കാര്യമാണ് ഈ വിഷയത്തിലുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ എണ്ണി നോക്കുമ്പോൾ 28 ദിവസം കിട്ടുന്നുള്ളൂ. ദുൽഹജ്ജ് മാസം 28 കിട്ടുന്നുള്ളൂ. ഇത് മുഹറം മാസം 1 പ്രഖ്യാപിച്ചതിലേക്ക് നോക്കുമ്പോൾ 28 ദിവസം മാത്രമേ ദുൽഹജ്ജ് മാസത്തിലുള്ളൂ. അത് അങ്ങനെ തന്നെ 28 ഉള്ളൂ എങ്കിൽ യഥാർത്ഥത്തിൽ 29 ഉണ്ട്. പണ്ട് നമ്മുടെ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയായപ്പോ ഒരു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട്. വില കൂടുന്നില്ല, കേരളത്തിൽ വില കൂടുന്നില്ല, അന്താരാഷ്ട്ര വിപണിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക് അവതരിപ്പിച്ചതുപോലെ ഒരു തമാശയായിട്ടാണ്
സത്യത്തിൽ നമ്മുടെ സക്കരിയ മൗലവിയുടെ ഈ വിശദീകരണം നമുക്ക് ഫീൽ ചെയ്യുന്നത്. 29 യഥാർത്ഥത്തിൽ ഇല്ല, എന്നാൽ യഥാർത്ഥത്തിൽ 29 ഉണ്ട്. 29 ഉണ്ടാകാൻ കാരണം എന്താണ്? കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രൻ ഉണ്ടാകും. എന്നാൽ പിന്നെ കിട്ടിയ എണ്ണമോ 28 ഉള്ളൂ. പെരുന്നാൾ ആഘോഷ കണക്കിന് 28 ഉള്ളൂ. എന്നാൽ കണക്ക് പ്രകാരം 29 ഉണ്ട്. അതുകൊണ്ട് 29 കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മുഹറത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചിട്ട് അങ്ങോട്ട് ഒപ്പിക്കുക. ഇത് കേട്ടിരിക്കുന്നവരായ മനുഷ്യന്മാരുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് നമ്മൾക്ക് ഖേദം തോന്നുന്നത്. ദുൽഹജ്ജ് മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഒരു അപാകത അവിടെ പറ്റിപ്പോയി എന്നത് ഇവിടെ വ്യക്തമാണ്. ദുൽഹജ്ജ് മാസം ഉറപ്പിക്കേണ്ട ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഉറപ്പിക്കപ്പെട്ടത് എന്നതാണ് ഈ അപാകതകൾക്കൊക്കെ കാരണം. അപ്പോ കലണ്ടർ പ്രകാരം നമ്മൾ പറഞ്ഞത് ശരിയുമാണ്, കണക്ക് പ്രകാരം കലണ്ടറിലെ കണക്ക് പ്രകാരം നമ്മളിപ്പോ ചെയ്തൊക്കെ ശരിയാണ്. എന്നാൽ പ്രായോഗിക തലത്തിൽ നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? എണ്ണത്തിൽ മിസ്റ്റേക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അതങ്ങ് പച്ചക്ക് പറഞ്ഞാൽ മതി. ഈ ഇടങ്ങേറിനൊന്നും നിൽക്കേണ്ട കാര്യമല്ലല്ലോ. നിങ്ങൾ കുറെ ഭാഗത്ത് കണക്ക്, കുറെ കാര്യത്ത് കണക്ക്, കുറെ കാഴ്ച എന്നൊക്കെ അങ്ങനെ വിവേചിക്കേണ്ട ഒരു കാര്യമില്ല. അതിനൊന്നും യാതൊരു തെളിവുമില്ല. മുഹറം മാസം തന്നെ മാസം കാണുക എന്നത് വേണമെന്ന് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. ഞാൻ ആ ഹദീസ് ഉദ്ധരിക്കാം. വ്യക്തമായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഉണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്: അനിൽ ഹക്കബിനുൽ അഅറജ്. ഹക്കബിനുൽ അഅറജ് എന്ന് പറഞ്ഞാൽ ഒരു താബിഈയായ സഹാബിയെ കണ്ടിട്ടുള്ള ഒരു താബിയാണ്. അദ്ദേഹമാണ് പറയുന്നത്: ഖാല ഇൻതഹൈതു ഇല ഇബ്നു അബ്ബാസിൻ വഹുവ മുതസവ്വിദുൻ റിദാഅഹു ഫീ സംസം ഫഖുൽതു ലഹു അഖ്ബിർനി അൻ സൗമി ആശുറ. ഞാൻ ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം ആ സംസത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് വഹുവ വാലിയും രിദാഹു വസിയാബഹു താഴ്ത്ത റൈസിഹി. അദ്ദേഹത്തിന്റെ തട്ടവും വസ്ത്രങ്ങളും ഒക്കെ തലയുടെ താഴെ വെച്ചിട്ടുണ്ട്. ഇന്ദ ബിഇരി സംസം ദാഹിലൽ ഹറമിൽ മക്കി. മക്കാ ഹറമിന്റെ ഉള്ളിൽ സംസം കിണറിന്റെ അരികിലുള്ള ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ആയിരിക്കെയാണ് ഞാൻ ആരെ കാണുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ കാണുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു: അഖ്ബിർനി അൻ സൗമി ആശുറ. ആശൂറ ദിവസത്തിലെ നോമ്പിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന്. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു കൊടുത്തു: ഇദാ റഅയ്ത ഹിലാലൽ മുഹറം. മുഹറമിന്റെ ഹിലാൽ നീ കണ്ടാൽ, മുഹറം മാസത്തിന്റെ മാസം കണ്ടാൽ, ഹിലാലുൽ മുഹറം, മുഹറത്തിന്റെ ഹിലാല് നീ കണ്ടാൽ, ഫഅദുദ്, പിന്നെ നീ എണ്ണി കണക്കാക്ക്, എണ്ണു നോക്കുക. വഅസ്ബിഹ് യൗമത്താസി സായിമൻ. അങ്ങനെ 9-ാം ദിവസം, മുഹറം 9 എണ്ണി നോക്കിയിട്ട്, മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എണ്ണി നോക്കിയിട്ട് 9-ാമത്തെ ദിവസമായാൽ നീ എന്ത് ചെയ്യണം? ഫഅസ്ബിഹ് യൗമത്താസി സായിമൻ, അന്നേ ദിവസം നോമ്പുകാരനാകണം. ഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, അതായത് ഹക്കം ഇബ്നുൽ അഅറജ് ഇബ്നു അബ്ബാസിനോട് വീണ്ടും ചോദിച്ചു: ഹകദാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു. ഇങ്ങനെയായിരുന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിരുന്നത്? ഖാല നഅം. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അതെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മർഫുആയി, അതായത് മുഹറം മാസം കാണുക, കണ്ടതിന് ശേഷം എണ്ണിക്കണക്കാക്കുക, 9-10 കണക്കാക്കിയിട്ടാണ് നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സക്കരിയ മൗലവി കൊണ്ടുവന്നിട്ട എല്ലാ വാദങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം ന്യായവാദങ്ങളാണ് എന്ന് ഇവിടെ വ്യക്തമായി. ഇവിടെ ഇപ്പൊ സൗദി അറേബ്യയിൽ മാസം കണ്ടു, മുഹറം മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞങ്ങൾ സൗദിയുടെ നിലപാടനുസരിച്ച് കണ്ടു എന്നതിന്റെ പേരിലാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ഒരു പ്രസ്താവന നിങ്ങൾ കൊടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇല്ലാതായില്ലേ സക്കരിയ മൗലവി? അത് നിങ്ങൾ തന്നെ പണ്ട് പറഞ്ഞല്ലേ, ആഗോള കാഴ്ച എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ഉലമാക്കന്മാര് സമ്മതിച്ച കാര്യമാണെന്ന്. ആഗോള കാഴ്ച അടിസ്ഥാനമാണ് എന്ന് മഹാഭൂരിപക്ഷം ഉലമാക്കന്മാരും സമ്മതിച്ചതാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അഭിപ്രായമുണ്ട്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് പോകുന്നു? പ്രാദേശിക കാഴ്ച നിങ്ങൾ എടുക്കാനുള്ള കാരണം നിങ്ങൾ പറഞ്ഞെന്താ? ഈ നാട്ടിൽ ഐക്യമുണ്ടാകണം, മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം എന്നാണ്. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? ഐക്യമാണോ ഉണ്ടായത്? നിങ്ങൾ ഈ പ്രാദേശികവാദം പറഞ്ഞവരായ ആളുകൾ ഐക്യത്തിലാണോ ഇപ്പൊ എത്തിയത്? അല്ല, നിങ്ങൾ മഹാഛിദ്രതയിലാണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വന്തം തന്നെ നിങ്ങളുടെ നിലപാടിനെ ന്യായീകരിച്ച് നിർത്താൻ കഴിയാത്ത വിധം വലിയ അപാകതയിൽ നിങ്ങൾ ചാടാനുള്ള കാരണം നിങ്ങൾ പ്രമാണത്തിൽ നിന്ന് പുറത്തുപോയതുകൊണ്ടാണ്. നിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ നിന്ന് പുറത്തുപോയതുകൊണ്ടാണ് ഈ ഗതികേട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവരണം. ഒരു കാഴ്ച മതി, കാഴ്ച ഉണ്ടായി എന്ന് ഉറപ്പിക്കാൻ യോഗ്യന്മാരായ ആളുകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലുള്ള കാഴ്ചയാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു. അതിലേക്ക് നിങ്ങൾ വരണം എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്. കാരണം നിങ്ങളൊരു സംഘടനയാണ്, ഒരു സംഘടനാ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത്രയും അത് ജനങ്ങളിലേക്ക് സ്വാധീനിക്കാനുള്ള ഒരു കാരണമാകും എന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല.
ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തെയും നമുക്കൊന്ന് വിലയിരുത്താം. അദ്ദേഹത്തിന്റെ ന്യായവാദങ്ങൾ ഒന്നുകൂടി നമുക്ക് വിലയിരുത്താം.